സൗദി അറേബ്യ അമേരിക്കയുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ആയുധ കരാർ റദ്ദാക്കാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്ന വിവരം ഇപ്പോൾ പുറത്തു വരികയാണ്. $100 മില്യൺ ആയുധമാണ് സൗദി അറേബ്യക്ക് നൽകാൻ വേണ്ടിയിട്ട് അമേരിക്കയും സൗദിയും തമ്മിൽ കരാറുണ്ടാക്കിയത്. ട്രംപിൻ്റെ ആദ്യ സന്ദർശനത്തോടനുബന്ധിച്ച് തന്നെ ഈ കരാർ വ്യവസ്ഥ ഏറെക്കുറെ പൂർണ്ണമായിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പാലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഏത് തരത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതും ഇതിനെക്കുറിച്ചുള്ള ഒരു വിവരണങ്ങളും രണ്ട് രാജ്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരാർ വ്യവസ്ഥയിൽ ഉൾക്കൊള്ളിക്കണം എന്നതുകൊണ്ടാണ് നീണ്ടുപോയത് എന്ന് പറയുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു നിർദ്ദേശം അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ നിർദ്ദേശത്തിൽ പറയുന്ന കാര്യം, നയതന്ത്ര ബന്ധം ഇസ്രായേലുമായിട്ട് സൗദി അറേബ്യ പുനരാരംഭിക്കണം. ഇത് വല്ലാത്ത രീതിയിൽ വിഷയമുള്ള ഒരു കാര്യമാണ്. അത് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ വേണ്ടി സൗദി അറേബ്യക്ക് സാധിക്കില്ല. സൗദി അറേബ്യ അതിന് മറുപടി പറഞ്ഞത്, പലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തോടു കൂടി മാത്രമാണ് ഇസ്രായേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധം തങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നുള്ളത് മുൻപ് പറഞ്ഞ കാര്യമാണ്. അത് ഞങ്ങൾക്ക് മാറ്റങ്ങളൊന്നുമില്ല. ആ രാജ്യം സ്വതന്ത്രമായി അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. ഞങ്ങളുടെ സഹോദര രാജ്യമാണ്. ഞങ്ങളുടെ സഹോദരന്മാരാണ് അവിടെ ഉള്ളത്. ആയുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്ക ഇല്ലെങ്കിൽ മറ്റ് ലോകരാജ്യത്തെ ആശ്രയിക്കാൻ നിലവിലുള്ള സാഹചര്യത്തിൽ ഞങ്ങൾക്ക് സാധിക്കും. ഞങ്ങൾ ചെയ്യാറുണ്ട്. ആയതിനാൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് ആവശ്യം ആയുധങ്ങളല്ല, പകരം പാലസ്തീൻ്റെ സ്വാതന്ത്ര്യമാണ്. ഇത് പറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ ഈ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വളരെ സങ്കീർണമായിരിക്കുന്ന സ്ഥിതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിന് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, അമേരിക്കയും സൗദി അറേബ്യയും തമ്മിൽ ഏറെക്കുറെ അകന്നു നിൽക്കുന്ന അകൽച്ചയിലേക്ക് എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ബിസിനസ് സംബന്ധമായിരിക്കുന്ന വലിയ താല്പര്യം എല്ലാ കാലത്തും ഡൊണാൾഡ് ട്രംപിന് സൗദി അറേബ്യയുമായിട്ട് ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അധികാരത്തിലേറിയ ജനുവരി 20 ശേഷം ആദ്യം സന്ദർശിച്ച രാജ്യം സൗദി അറേബ്യയാണ്. സാധാരണഗതിയിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെയാണ് സന്ദർശിക്കാറുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ട്രംപ് സൗദി അറേബ്യ സന്ദർശിച്ചു. കയറ്റുമതി ഇറക്കുമതി അടക്കമുള്ള വ്യാവസായിക സംബന്ധമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ചർച്ചകളും കാര്യങ്ങളും ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വരികയും ചെയ്തു. അത് കൃത്യമായ രീതിയിൽ അതിൻ്റെ ഒരു പൂർണ്ണത രണ്ട് രാജ്യങ്ങളും പറഞ്ഞിട്ടില്ല എന്നതിനാൽ ഏതൊക്കെ രീതിയാണ് ഏതൊക്കെ വിഷയമാണ് എന്നതിനെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു. ഏതായിരുന്നാലും വലിയൊരു ആഘാതം അമേരിക്കയ്ക്കുണ്ടായത് പാലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞതാണ്. അതോടുകൂടി ഈ കരാർ വ്യവസ്ഥ റദ്ദാവാനുള്ള സാധ്യതകൾ പറയുന്നു. ഈ ബൈഡൻ്റെ കാലത്ത് ഈ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ ചർച്ച കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. $110 മില്യൺ കരാർ വ്യവസ്ഥയാണ് അന്ന് ഉണ്ടാക്കിയത്. എന്നാൽ പിന്നീട് ഒരുപാട് കാരണത്താൽ അതിൽ പ്രത്യേകിച്ച് പലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സൗദി അറേബ്യയുടെ സ്റ്റാൻഡായിരിക്കുന്ന നിലപാട് അത് ഇസ്രായേൽ വിരുദ്ധമായിരിക്കുന്ന നിലപാടാണ്. മാത്രമല്ല യമനോടൊപ്പം ചേർന്ന് നിന്ന്, അതായത് ഹൂത്തികളോടൊപ്പം ചേർന്ന് നിന്നുള്ള ഒരു സമീപനമായിരുന്നു ഉണ്ടായത്. ചെങ്കടലുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി സഹകരിച്ചിട്ടില്ല എന്നൊരു പരാതി അന്ന് തന്നെ അമേരിക്കയ്ക്കുണ്ടായിരുന്നു. അതോടുകൂടി അത് ലക്ഷ്യം കാണാൻ സാധിക്കാത്ത വിധം അകന്നു പോയിരിക്കുന്ന കരാർ വ്യവസ്ഥയായിരുന്നു. രണ്ടാമത് ട്രംപ് അധികാരത്തിലേറിയതോടുകൂടിയാണ് 110 പകരം $100 മില്യൺ കരാർ വ്യവസ്ഥ, യുദ്ധവിമാനങ്ങൾ, F-35 എന്ന് പറയുന്ന 5ാം തലമുറയിൽപ്പെട്ട വിമാനങ്ങൾ, ഡ്രോണുകൾ, ഇതെല്ലാം ഈ പല ഘട്ടങ്ങളിലും സൗദി അറേബ്യ ആവശ്യപ്പെട്ടതാണ്. സൗദി അറേബ്യ ശരിക്കും പറഞ്ഞാൽ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട സഹായങ്ങൾ പോലും അമേരിക്കയോട് ആവശ്യപ്പെട്ടിരുന്നു. അമേരിക്ക തിരസ്കരിച്ചതാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും ഒറ്റപ്പെടുന്ന രീതിയിലുള്ള സമീപനം പല ഘട്ടങ്ങളിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. സൗഹൃദ രാജ്യം എന്ന നിലക്കും വലിയ ബന്ധമുള്ള രാജ്യം എന്ന നിലക്കും സൗദി അതിന് വല്ലാത്ത രീതിയിൽ നീരസൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല. പകരം അവർ ചെയ്ത കാര്യം ബുദ്ധിപരമായിരിക്കുന്ന നീക്കങ്ങളാണ് അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ ഈ യുദ്ധത്തിനോടനുബന്ധിച്ചുണ്ടായത്. അത് അമേരിക്കൻ വിരുദ്ധ ചേരിയുമായിട്ട് സഹകരിക്കുക എന്നുള്ളതാണ്. ചൈനയുമായും റഷ്യയുമായും ഇറാനുമായിട്ടും സഹകരിക്കുക. ഇറാനുമായിട്ട് സഹകരിക്കുക എന്ന് പറഞ്ഞാൽ പതിറ്റാണ്ടുകളോളം വലിയ രീതിയിലുള്ള അകന്നു നിൽക്കുന്ന രാജ്യമായിരുന്നു സൗദി അറേബ്യ ഇറാനും തമ്മിൽ. ചൈന അവർ തമ്മിലുള്ള ഇണക്കങ്ങളും പിണക്കങ്ങളും തീർത്ത് ഒന്നിപ്പിച്ചതോടുകൂടി വലിയ സൗഹൃദ രാജ്യമായി. സൗദി അറേബ്യ 2.5 പതിറ്റാണ്ടിന് ശേഷം ആദ്യമായിട്ടാണ് ഇറാൻ സന്ദർശിച്ചത് എന്നൊരു പ്രത്യേകതയുണ്ട്. ഇറാൻ്റെ പ്രധാനമന്ത്രി ഇറാൻ്റെ പ്രസിഡന്റ് ഇതുപോലെ തന്നെയാണ്. പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇബ്രാഹിം റൈസി 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ സൗദി അറേബ്യയിലെ ജിദ്ദ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള അകൽച്ച കുറയുകയും സൗഹൃദങ്ങൾ കൂടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതോടനുബന്ധിച്ചിട്ട് ഈ അമേരിക്കയുടെ ഈ കരാർ വ്യവസ്ഥ തങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാര്യമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ സഹായിക്കാൻ ഇപ്പോൾ തുർക്കിയിൽ നിന്ന് ആയുധം സൗദി അറേബ്യ വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്ന വലിയ കരാർ വ്യവസ്ഥയാണ് ഉണ്ടാക്കിയത്. റഷ്യയുമായിട്ടും ചൈനയുമായിട്ടും സൗദി അറേബ്യക്ക് നല്ല ബന്ധമുണ്ട്. ഒമാൻ പറഞ്ഞിരിക്കുന്ന കാര്യം, സൈനികപരമായിരിക്കുന്ന ആയുധ ഫാക്ടറികൾ നിർമ്മിക്കാൻ പോലും, അത് സൈനിക താവളങ്ങളാണെങ്കിലും
സൈനികർക്ക് താമസവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും അവർക്ക് പ്രാക്ടിക്കൽ ചെയ്യാനാണെങ്കിലും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും സൗജന്യമായ രീതിയിൽ ഞങ്ങൾ നൽകുമെന്ന് ഒമാൻ പറഞ്ഞത് വലിയ വിഷയമായിട്ട് അമേരിക്ക കൊണ്ട് നടന്നതാണ്. അത് ജിദ്ദ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഇറാൻ്റെ മുൻപിൽ വെച്ചാണ് ഈ വിഷയം പറഞ്ഞത് എന്നുള്ളത് ഇറാനോടൊപ്പമുള്ള താല്പര്യം അവിടെ പ്രകടമായിട്ടുണ്ട് എന്നുള്ളൊരു അഭിപ്രായം അന്ന് തന്നെ പുറത്തു വന്നതാണ്. ഇങ്ങനത്തെ ഒരുപാട് സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് യഥാർത്ഥത്തിൽ ഈ മേഖല മാറിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അമേരിക്കയുടെ ആയുധങ്ങൾ വേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന് സൗദി അറേബ്യ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം ഭയങ്കരമാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ സൗദി അറേബ്യ അത്ര വലിയ രീതിയിലുള്ള വില എടുത്തുകൊണ്ട് അല്ലെ ഭയപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സാഹചര്യത്തിലൊക്കെ മാറി സ്വതന്ത്രമായ രീതിയിൽ ഞങ്ങളുടേതായിരിക്കും നിലപാടുകളും കാര്യങ്ങളും ഉറക്കെ തന്നെ പറയാൻ മാത്രം ഇവരെല്ലാവരും കേഡർമാരായി മാറിയിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.